ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡും എഗ്ഗൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ബ്രെഡ് കൊണ്ടുള്ള ഒരു മിനി സമൂസയാണ്. ബ്രെഡ് കൊണ്ട് സമൂസൻ്റെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഒരു പാന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക്, കറി ലീവ്സ് ഇവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇതൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയിട്ടെടുക്കുക. അപ്പോൾ 1 മിനിറ്റ് മൂടി വെച്ചിട്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ഒന്നും അധികം കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാപ്സിക്കം വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കൊക്കെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്, മസാലയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബോയിൽ ചെയ്തിട്ടുള്ള 2 എഗ്ഗാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷ്രെഡ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. 2 സെക്കൻഡ് ഏകദേശം ഒന്ന് വഴറ്റിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സമൂസ ആക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് എടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ എന്നാലേ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് പരത്തിയിട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പഴക്കമുള്ള ബ്രെഡാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കുക, അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് വെച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പരത്തിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലോണം നൈസാക്കിയിട്ട് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ എത്രത്തോളം നൈസാക്കിയിട്ട് പരത്താൻ പറ്റുമോ അതേപോലെ തന്നെ നിങ്ങൾ പരത്തിയിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് നീറ്റായിട്ട് സമൂസ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇതേപോലെ പരത്തിയതിന് ശേഷം കോണാകൃതിയിലൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കോർണറിലുള്ള ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റിൽ നമുക്ക് സമൂസ ആക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേപോലെ കോൺ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ സൈഡിൽ ഞാൻ നല്ലോണം ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് സൈഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നല്ല പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് നല്ല ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ കോൺ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഉള്ളിലോട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക. ഇതിൽ കുറച്ച് മൈദയൊക്കെ ചേർത്തിട്ട് അവിടെ നല്ലോണം പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സമൂസേൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഒട്ടും നമ്മൾ മസാല ഒന്നും പുറത്ത് പോകാതെ നല്ല നീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാ ബ്രെഡും പരത്തിയതിന് ശേഷം നമുക്ക് സമൂസ ആക്കിയെടുക്കാം. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മൈദ നല്ലോണം തേച്ചതിന് ശേഷം കോൺ ഷേപ്പിലാക്കിയെടുക്കുക. ഇത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് കൊണ്ടിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. വെച്ചതിന് ശേഷം ഉള്ളിലോട്ട് നിങ്ങൾ ഇത് മടക്കി കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മൈദയൊക്കെ തേച്ചതിന് ശേഷം അവിടെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മളെ സമൂസ റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള സമൂസയൊക്കെ എഗ്ഗിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ എഗ്ഗിലോട്ട് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് എഗ്ഗിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നമുക്കൊന്ന് നല്ലോണം കോട്ട് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം ബ്രെഡ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല നൈസായിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ സമൂസയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ സമൂസ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മസാലയ്ക്ക് എത്രത്തോളം നമുക്ക് സമൂസ ആക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ വേഗം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചൂടാ എണ്ണയിലോട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. തീ അധികം കൂട്ടിയും വെക്കരുത്, അധികം കുറച്ചും വെക്കരുത്, എണ്ണ കുടിക്കും. അപ്പോൾ ആവശ്യത്തിന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് അധികം ടൈമൊന്നും എടുക്കില്ല, വേഗം തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. 2 സൈഡും നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള സമോസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കണം. എന്ന് പറയുന്ന പോലെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.